അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയോ? നമ്മളൊരു മിഡിൽ ഓഫ് സംതിങ് ആണ്. നമ്മുടെ കോഴിക്കോടുണ്ടല്ലോ, കോഴിക്കോട്ടിൻ്റെ നടുവിൽ ഫുൾ അലങ്കോലമായിട്ട് പണി ഒരു ഏകദേശം പണി കഴിഞ്ഞിട്ടിപ്പോൾ നിന്നിട്ട് നമ്മൾ പറയുകയാണ്. അതായത് കോഴിക്കോട് ഒരു കംപ്ലീറ്റ് റൂമായിരുന്നല്ലോ, നമ്മളത് പാർട്ടീഷൻ ചെയ്യാണ്. നമ്മുടെ കയ്യിൽ ഫാൻസി കോഴികളുണ്ട്, ടർക്കി ഉണ്ട്, ഗിനി ഉണ്ട്, നാടൻ കോഴികളുണ്ട്, അസീലുണ്ട്. ഇവരൊക്കെ ഒരുമിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവരിനെ തനിയായിട്ട് വേർതിരിക്കാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബ്രൂഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സെറ്റപ്പ് കാണുന്നത്. അപ്പോൾ ശരിക്കും 4 അറയാക്കാനുള്ളതാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മിനിമലൈസ് ചെയ്തിട്ട് ഏറ്റവും ലെസ് കോസ്റ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞാനും അനിയനും ഉപ്പയും പാടയൊക്കെ ആലോചിച്ച് എന്താ പറഞ്ഞ ഐഡിയ ആണ്. അതായത് നമ്മുടെ കയ്യിൽ കഴുക്കോലും കാര്യങ്ങളുണ്ട്. കഴുക്കോല് വെച്ചിട്ട് നമ്മൾ ഫ്രെയിം അടിച്ചു, മുകളിൽ മുള കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് അതിൻ്റെ ഇനീഷ്യൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൂടിൻ്റെ തകൃതിയായ പണിയിലാണ്. ഇവിടെ നമുക്ക് അസീലും താറാവും കോഴികളും നമ്മുടെ ജാക്കിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഫുൾ അലങ്കോലയൊക്കെ കിടക്കണം. ജാക്കിയൊക്കെ ഉണ്ടല്ലോ, പണിയെടുക്കുമ്പോൾ ഇടയിൽ വന്ന് അടങ്ങാറാക്കുന്നത് അവൻ്റെ മെയിൻ പരിപാടിയാണ്. കുട്ടുബായ് മുകളിൽ കയറിയിട്ട് മറ്റേ ഫ്രെയിമൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുളൻ്റെ ഫ്രെയിം ഫുള്ള് കെട്ടിയിട്ടുണ്ട്. 2-3 കാല് നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, കഴുക്കോലാണ്, നമ്മുടെ പഴയ കഴുക്കോലാണ് നമ്മൾ കുഴിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മുള കൊണ്ട് ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിന് ഫുള്ള് എന്ത് കാട്ടും, നെറ്റ് കംപ്ലീറ്റ് ഫുള്ള് മറയ്ക്കും. ഓക്കെ, അതാണിപ്പോൾ നമുക്ക് നിലവിൽ ചെയ്യാനുള്ള പ്ലാൻ. എന്താവുമെന്ന് അള്ളാഹ്ക്ക് അറിയുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് നമ്മൾ ഫ്രെയിം അടിച്ചതിന് ശേഷം നമ്മുടെ പഴയ മീൻ നെറ്റാണിത്. പഴയ മീൻ നെറ്റ് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓട്ടയൊക്കെ ഉണ്ട്. ഇനി ഇത് തുന്നിയൊക്കെ വേണം. ഇത് തുന്നിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ സെൻറ്ററിലൊരു പാർട്ടീഷൻ വരും. ഈ സെൻറ്ററിലൊരു പാർട്ടീഷൻ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 പിന്നെ ബാക്കി ഫുള്ള്. ശരിക്കും ആ ഭാഗത്തും ഇതേപോലെ മൊത്തത്തിൽ 4 അറയാക്കണം. അങ്ങനെ ആക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേട്ടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അൽമാരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അൽമാരയൊക്കെ നോക്കിയാൽ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ എലിയൊക്കെ കയറിയിട്ട് നമ്മളെ ഒരു 8 കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് പറഞ്ഞില്ലേ, അതിൻ്റെ 4 എലി പിടിച്ചു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എലി പെറ്റി വരുക്കിയിട്ട് കോഴിനെ പിടിച്ചിരിക്കുക. അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലവിൽ കോഴിക്കോടിൻ്റെ അവസ്ഥ. പണിൻ്റെ അടിയിലാണ്, അതാണ് ഈ കോലം. അപ്പോൾ ഇൻഷാ അള്ളാ ഇത് പൂർത്തീകരിച്ചിട്ട് നമുക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, കോഴികൾ വിരിയുന്നുണ്ട്. വെറും ഒരു സിംഗിൾ റൂമായിരുന്നു. അപ്പോൾ നമ്മളത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നോർമൽ നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ അലങ്കോലമായി കിടക്കുകയാണ്. എന്താ പറയുക, ഈ കോഴിക്കോടിൻ്റെ പണിയായിട്ട്. അപ്പോൾ എന്താണ് ചെയ്തിരിക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കണമെന്നുള്ളത്. ഓക്കെ, നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഓടി വരും. ഇതിലിപ്പോൾ നമ്മുടെ ചാത്തൻ കോഴികൾ മാത്രമേ വരുള്ളൂ കേട്ടോ. ചാത്തൻ കോഴികൾ നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് കണ്ടില്ലേ. നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇത് എന്ത് മാത്രം ഉണ്ടായിരുന്നത്, നമ്മുടെ സിംഗിൾ റൂം മാത്രമായിരുന്നു. ഇപ്പോൾ നമ്മൾ 2 പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടീഷൻ, ഇവിടെ ഒരു പാർട്ടീഷൻ. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളെ തരംതിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് നമ്മൾ അസീൽ കോഴിക്കുഞ്ഞുങ്ങളാണ്. കൊത്തു കോഴിക്കുഞ്ഞുങ്ങളുടെ അസീൽ കൊത്തു കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൽ ഫുള്ള് പെട്ട. അപ്പോൾ നമ്മൾ ഫീമെയിൽസിനെ ഒരു 11 മണിക്ക് ശേഷം വിടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മുട്ടയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുട്ടയിടാൻ പ്രായമായുള്ള കോഴിക്കുഞ്ഞുങ്ങളെ എന്താ പറയുക, നമ്മൾ വെളി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്, കാരണം വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി മുട്ടയിടുകയാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരിനെ ഇങ്ങനെ പിടിച്ചിടും. ആണുങ്ങളെ മാത്രം വിട്ടിട്ട് ഒരു 11 മണിക്ക് മുട്ടയിട്ട ശേഷം നമ്മൾ എന്ത് കാട്ടും, ഇവരിനെ പുറത്ത് വിടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഞങ്ങൾ തക്കാളിപ്പെട്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അണവെക്കലുണ്ട്. അതിന് മുമ്പ് ഇതെന്താന്ന് പറയുന്നത്, നമ്മൾ ഇത് കഴുക്കോല്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാകുന്ന കഴുക്കോല് വെച്ചിട്ട് നമ്മൾ കാലടിച്ചിരിക്കുക. എന്നിട്ട് മുകളിൽ നമ്മൾ എന്ത് കെട്ടിയിട്ടുണ്ട്, മുള കെട്ടിയിട്ടുണ്ട്. മുളയിൽ ഫ്രെയിം അടിച്ചിട്ട് ഇത് നമ്മുടെ പഴയ എന്താ പറയുക നെറ്റാണ്, പഴയ നെറ്റ്. ഇതിലൊക്കെ ഓട്ടയുണ്ട്. ഈ ഓട്ടയൊക്കെ നമ്മൾ വെറുതെ വെച്ച് അടച്ചിരിക്കുകയാണ്. അത് മനസ്സിലായി. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചെയ്തൊരു കാര്യമാണിത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്.
ഇനി ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കോഴികൾക്ക് അണ വെക്കുന്ന ഏരിയ, തള്ളക്കോഴികൾക്ക് അണ വെക്കുന്ന ഏരിയ ആണ് ഇത്. ഇവിടെ നോക്കി, ഇത് നമ്മുടെ പഴയ ഷെൽഫ്. നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മുടെ ആദ്യത്തെ പ്രാവുക്കൂടാണ്. നമ്മൾ ഫസ്റ്റ് പ്രാവ് വളർത്തിയപ്പോൾ യൂസ് ചെയ്തിരുന്ന പ്രാവുക്കൂടാണ്. ഇത് നമ്മുടെ ആദ്യം വീട്ടിലുണ്ടായിരുന്ന ബുക്കിൻ്റെ ഷെൽഫായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രാവുക്കൂടാക്കി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിൽ നമ്മൾ കോഴിക്ക് അണ വെക്കാൻ വേണ്ടിയിട്ട് വൈക്കോൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ഇവിടെ 4 മുട്ടയുണ്ട്. ഇത് കണ്ടില്ല, ഇത് നോക്കിയോ, അതിപ്പോൾ ഇന്നിട്ട മുട്ടയാണ്. ഇത് കണ്ടില്ല, ഇപ്പോൾ നിന്നിട്ട മുട്ട, രാത്രി ഇട്ട മുട്ട. ഈ കത്രിയാണ് ഇത്ര നേരം തപ്പിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഇട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതിൽ ആശാ മുട്ടയൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ കണ്ടില്ലേ, ഇതിൽ മുട്ട. അപ്പോൾ ഇവർ മുട്ട ഇട്ടിട്ട് നമ്മൾ എന്ത് കാട്ടും, അണ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏരിയ സെറ്റപ്പാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ഇതേപോലെ ഷെൽഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇതും നമ്മൾ പ്രാവിന് വേണ്ടിയിട്ട് മുമ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനമാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും എന്തുണ്ട്, മുട്ടയുണ്ട്. കണ്ടില്ല, മുട്ടയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവരിന് ഈ കട്ടകളിൽ മുട്ടയിടാൻ അനുവദിക്കണമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ മാത്രം വിടില്ല. നമ്മൾ ഗേറ്റ് അടച്ചിട്ട് എന്ത് കാട്ടും, ഇവരിന് ഇതിൻ്റെ ഉള്ളിൽ വിടും. അതിന് മുമ്പ് നമ്മൾ എന്ത് കാട്ടും, അസീലിനെ തുറന്നു വിടും. ഓക്കെ, അസീലിനെ നമുക്ക് തുറന്നു വിടാം. ഇവരിനെയും തുറന്നു വിട്ടു. ഈ ഒരു താറാക്കുട്ടി വേണ്ട, അസീലിൻ്റെ പിന്നാലെ നടക്കുള്ളൂ. കാരണം പറഞ്ഞാൽ അവർ ഒരുമിച്ച് വളർന്നു വലുതായതാണ്. അതുകൊണ്ട് അവരിന് അതിൻ്റെ പിന്നാലെ നടക്കണം. ഓക്കെ, അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് കാട്ടും, ഈ വാതിൽ അടച്ചിട്ട് കട്ടവെള്ളം വിടും. കട്ടവെള്ളം വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മുട്ടയിടും. അയ്യോ, ഇവിടെ വേറെ 2 ആശാന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഇതാ ഒരു കോഴി അണ വെച്ച് വിരിയിച്ചതാണ്. അതിൻ്റെ ഒന്നും കൂടെ കാണിച്ചു തരാം. തള്ളക്കോഴിയും കുട്ടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ 2 കോഴിക്കുഞ്ഞുങ്ങൾ, തള്ളക്കോഴി. ഓക്കെ, ബാ ബാ, ഇപ്പം പിന്നാലെ വന്നോ കേട്ടോ. ബാ 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 ബാ. അവരും വെളിയിൽ പോയി മേട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ആകുള്ളത് കട്ടകൾ മാത്രമല്ലേ, ഇവരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തുറന്നു വിടും. ഓക്കെ, ഇതിങ്ങനെ തുറന്നു വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ വേറെ വല്ല മുട്ടയുണ്ടോയെന്ന് ഞാൻ കയറി നോക്കട്ടെ കേട്ടാ. കടപ്പാറയൊക്കെ വീണിപ്പോൾ സീനായെന്നെ. കടപ്പാറ നോക്കിയിട്ട് ഓക്കെ, 2 മുട്ടയുണ്ട്. പിന്നെ നമ്മൾ അറുപടി ആക്കണില്ല. അവർ വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി, വേണമെങ്കിൽ ഇറങ്ങണ്ട. ഓക്കെ, പാടുള്ളത് കൊണ്ടാണ് ഈ 2 മുട്ടയും കൂടെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതിലിരിക്കട്ടെ. നമുക്കിത് എടുക്കേണ്ട മുട്ടയാണ്. ഓക്കെ, ഇനി നമുക്ക് കാണിച്ചു തരാനുള്ളത് നമ്മുടെ കോഴിക്കുട്ടികളെ കുറച്ച് വിരിഞ്ഞിട്ട് പറഞ്ഞില്ലേ, ഇന്നലെ 2 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടീഷൻ നോക്കട്ടെ. ഇതായിരിക്കണം ആശാന്മാർ. ഉണ്ടല്ലേ കോഴിക്കുഞ്ഞുങ്ങൾ, തിണ്ടിടീൻ. ഓക്കെ, ഇനി കുറച്ചും കൂടെ ഒന്ന് വിരിയും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കൂടിൻ്റെ സെറ്റപ്പ്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിക്കുക, അല്ലെങ്കിൽ താഴെക്കാണുന്ന നമ്പറിൽ വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞാൽ റിപ്ലൈ ഉണ്ടാവും. ഓക്കെ, അതാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇത് ചെയ്തത് ഓക്കെ ആണോ, നമുക്ക് പേഴ്സണലി പാർട്ടീഷൻ ചെയ്തിടാൻ പറ്റിയൊരു സെറ്റപ്പ് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ടോപ്പ് വരെ മരച്ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ചെയ്ത കോഴിക്കോടിൽ വരുത്തിയ മാറ്റങ്ങൾ. അപ്പോൾ അത് നന്നായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിയിക്കുക. ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ പുതിയൊരു വീഡിയോ, ഫാം വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.